ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ നൂണിക്ക് ഈ ആറ്റി നല്ലൊരു വാള കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ പോവാണ്. എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ മീനൊക്കെ നല്ല വെട്ടി നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്ത് കറി വെക്കാൻ പോകണം അല്ലേ. നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി എന്നാ പരിപാടി? നമുക്ക് ഇനി അടുപ്പ് കത്തിക്കാം. അതെ, നമുക്കിനി അടുപ്പ് കത്തിക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ആളിയൻ നമ്മുടെ അടുപ്പിന് തീ കൊളുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ചട്ടി വെക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഈ വാളക്കറി വെക്കുന്ന രണ്ട് കുക്കർമാരാണ്. ഒന്ന് നമ്മുടെ യൂണിപ്പനും നമ്മുടെ അളിയനുമാണ്. രണ്ടുപേരാണ് ഇന്ന് നമ്മുടെ വാളക്കറി സെറ്റാക്കി തരുന്നത്. അതെ ഗൈസ്, ഭയങ്കര പുകയാണ്. എണ്ണ ചൂടായിട്ട് ഉലുവയിട്ട് പൊട്ടിക്കാൻ പോവാണ്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴട്ടാൻ പോവാണ്. അളിയാ, ഇവർ വലിയ കുക്കർമാരാണ്, ഞങ്ങൾ വലിയ ഈറ്റർമാരാണ്. അപ്പം നമ്മൾ കൂട്ടിലോട്ട് കയറാൻ പോകണം അല്ലേ അളിയാ? കൂട്ട് എന്നെ ഫസ്റ്റ് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി നമ്മൾ ഇടുന്നത്. അതെ, നമ്മൾ മല്ലിപ്പൊടി ഇട്ടിരിക്കുകയാണ്. ഇനി മുളക് പൊടി മീൻകറിയുടെ എന്നാ പറയണ്ടേ മെയിൻ സംഭവം എന്ന് പറയുന്നത് അല്ലേ അളിയാ? ഒരു മീൻകറിയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് തന്നെ മുളക് പൊടിയാണ്. അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പൊട്ടണ അഴക്. നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഏകദേശം ഒത്തു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിക്കാൻ പോവാണ്. വെള്ളം ഒഴിക്കുക. മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ചാലിച്ച് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനിടാൻ സമയമായിരിക്കുന്നുണ്ട് അല്ലേ മണി? അതെ, മീനിടാൻ സമയം. എനിക്ക് മീനിടല്ലയാ? അതെ, അത് നമ്മൾ കുറച്ചുകൂടെ തലയാണ് കേട്ടോ, പിന്നെ വാളയുടെ തല. വാ. അപ്പം നമ്മുടെ മീൻ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അടുത്ത പരിപാടി. നമ്മൾ ഉപ്പിടുക, പാകത്തിന് ഉപ്പിടുക. അതെ, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ പുളി ഇട്ട് കൊടുക്കാം. ആ പുളിവെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറിയുടെ കൂട്ടെല്ലാം ഏകദേശം ചേർന്ന് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ മൂടി വെക്കാൻ പോവാണ്. നമ്മുടെ കാത്തിരിപ്പിന് അറുതി കണ്ടിരിക്കുകയാണ്. നമ്മുടെ മീൻകറി തിളച്ച് മറിയുകയാണ് ഗൈസ്. അപ്പം അല്ലേ നമ്മുടെ മീൻകറി ഏകദേശം സെറ്റായിട്ടുണ്ടല്ലേ? ഇത് സെറ്റായി വരുന്നത് ഗൈസ്. നമ്മൾ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ് ആ മീൻകറി കൂട്ടി ഒരു പിടി പിടിക്കാൻ. തിളച്ചവിടെ മറിയാണ്. അത് തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ വായിക്കൂടെ വെള്ളം ഊറുവാണ് അല്ലേടിയാ? കേട്ടില്ല എന്നെ? അത് എങ്ങനെ പോലെ ഒന്നുകൂടെ കാണിച്ച എങ്ങനെ 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 പോലെ പിടി അങ്ങോട്ട് പിടിക്കണോ? ഇതിൻ്റെ മൂടി ഞങ്ങൾ മാറ്റി നോണിക്കാം. നമുക്ക് ശകലം കറിവേപ്പില വേണം. നമ്മൾ കറിവേപ്പില ഓൾറെഡി ഇട്ടതാണ്. നല്ലൊരു മണത്തിന് വേണ്ടി ശകലം കറിവേപ്പില ഇടുക. അപ്പം നമ്മൾ കുറച്ച് മണത്തിനും രുചിക്കും വേണ്ടി കുറച്ച് കറിവേപ്പിലും കൂടെയാണ് താടി വേണം. പച്ചക്കിടുക. അതെ, പച്ചക്കിടുവാണ്. പിന്നെ മണം കളിയോ? തുറന്നപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല മണമുണ്ട്. പക്ഷെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ നിൽക്കാൻ പറ്റില്ല, മണം അടിച്ച് കയറുവാണ്. കറി നല്ല സെറ്റായി കണ്ടോ? നല്ല പറ്റി വലുത് തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കപ്പ വെപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ കപ്പയ്ക്കകത്തോട്ട് വിതറിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. എന്നാടിയാ? അതെ, നമ്മൾ കഴിക്കാൻ പോവാണ്. കറിയാണ് കപ്പയ്ക്കകത്തോടെ കറക്കിട്ടാൻ കഴിയില്ല. വാളത്തല ഉണ്ടല്ലോ, ഇവൻ അന്യ ഐറ്റം. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല സാധനം ഇതാ. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നല്ല ടേസ്റ്റ് ആയിരിക്കും. വാളയുടെ തല ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എങ്ങനെയുണ്ട്? അത് അതുവരെ പറഞ്ഞേക്കുന്നത് നമ്മുടെ തീയാമ്മ ഉണ്ടായതിനെക്കാട്ടി അടിപൊളി സാധനമാണ് പറയുന്നത്. ഇതെല്ലാം തീ അപ്ലൈ കേൾക്കുന്നുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല കേട്ടോ.
മൂണി എങ്ങനെ ഉണ്ടായിരുന്നു മീൻകറി? കറി ഇത്ര അടിപൊളിയാന്ന് നമ്മൾ വിചാരിച്ചില്ല. ഉപ്പും മുളക് എരിവും ധാരണ ഇഷ്ടപ്പെട്ടായിരുന്നു. അടിപൊളി, ഒരു രക്ഷയില്ല. ഞാൻ സത്യം പറഞ്ഞ മീൻകറി ഞാൻ അധികം കൂട്ടാറില്ല, പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. കഴിച്ചോ? വേറെ ഇറച്ചി കഴിച്ചോ? അതെ, മീൻകറി ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ ഗൈസ്.